അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. GCC രാഷ്ട്രങ്ങളുടെ ഭൗമരാഷ്ട്രീയവും പ്രാദേശിക നിലപാടുകളെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ വർക്ക്ഷോപ്പിലെ സുപ്രധാനമായ വിഷയമാണ് GCC നാടുകളിലും വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലും മുഴുവൻ ലോകത്തും സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്ന ഖത്തറിനെ കുറിച്ചുള്ള ചർച്ച. ഖത്തർ താരതമ്യേന വളരെ ചെറിയ രാഷ്ട്രമാണ്. എന്നാൽ നമ്മൾ UAE കുറിച്ച് സംസാരിച്ചതുപോലെ അല്ലെങ്കിൽ സൗദി അറേബ്യയെ പോലെ തന്നെ വലിപ്പം കൊണ്ട് ഏറ്റവും ചെറുതാണെങ്കിലും ലോകതലത്തിൽ ഖത്തർ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാക്കിയെടുത്ത ഒരു ശക്തി, അവരുടെ സോഫ്റ്റ് പവർ ഡിപ്ലോമസി, അവരുടെ മീഡിയേഷൻ പ്രോസസ്സുകളുടെ ചരിത്രം, അതിൻ്റെ വിജയങ്ങളും, അതിൻ്റെ കൂടെ തന്നെ ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ഒരു പ്രത്യയശാസ്ത്ര ചർച്ചയുടെ ഭാഗമായി തന്നെ പറയുകയാണെങ്കിൽ ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, പണ്ഡിതന്മാർ, സംഘടനകൾ, അസോസിയേഷൻസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവിധ ചാരിറ്റി വർക്കുകൾ, ഹ്യൂമാനിറ്റേറിയൻ പ്രോസസ്സ് എന്ന് തുടങ്ങിയ ഒട്ടുമിക്ക സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഖത്തർ അതിൻ്റെ തനതായ പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വഹിക്കുന്നുണ്ട് എന്നത് വളരെ വസ്തുതാപരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു രാഷ്ട്രം, എണ്ണയാൽ സമ്പന്നമായ, ഗ്യാസ് കൊണ്ട് സമ്പന്നമായ, മിനറൽ റിസോഴ്സ് കൊണ്ട് സമ്പന്നമായ ഒരു രാഷ്ട്രം, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും അടക്കം നല്ലൊരു ശതമാനം പ്രദേശങ്ങളിൽ തനതായ സാന്നിധ്യവും സ്വാധീനവും ചെലുത്തുന്നുണ്ട് എന്നതാണ് വസ്തുത. ഈ ഒരു സാഹചര്യത്തിൽ ഖത്തറിൻ്റെ ഒരു ഭൗമരാഷ്ട്രീയം, അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നടത്തുന്ന മീഡിയേഷൻ പ്രോസസ്, ഇതിൻ്റെ ഭാഗമായി ഖത്തർ സ്വന്തം തന്നെ വികസിപ്പിച്ചെടുത്ത, ചരിത്രപരമായി തന്നെ വികസിപ്പിച്ചെടുത്ത അവരുടെ സോഫ്റ്റ് പവർ ഡിപ്ലോമസി, ഇതിൽ നിന്നൊക്കെയും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന നിലയിലോ അനന്തര ഫലം എന്ന നിലയിലോ പ്രാദേശികമായോ ജിയോ പൊളിറ്റിക്കൽ വിഷയമായോ രൂപപ്പെടുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന ഭാഗങ്ങളാണ്. ഖത്തർ വളരെ പഴക്കം ചെന്ന ചെറിയൊരു ഒരു രാജ്യമാണ്. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. ചെറിയ അമീർമാർ ഭരിച്ച ഒരു പശ്ചാത്തലം അതിനുണ്ട്. അതുപോലെ തന്നെ 1960-70കളിലെല്ലാം വളരെ ചെറിയ രാഷ്ട്രമാണെങ്കിൽ പോലും തനതായ ഒരു തനിമ അവരുടെ ഭരണ സംവിധാനങ്ങളിലും അവരുടെ രീതികളിലും നിലനിർത്തിപ്പോന്ന് നമുക്ക് കാണാം. ആ ഒരു സമയത്താണ് ഒരു ഖലീഫ, അവിടുത്തെ പ്രധാനപ്പെട്ട അമീറായിരുന്ന ഷേഖ് ഖലീഫ, അദ്ദേഹത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഷേഖ് ഹമദിനെ നമുക്ക് കാണാം. 1995 ആ സംഭവം ഉണ്ടാകുന്നത്. ജനീവ ഭാഗത്തേക്ക് ഷെയ്ഖ് ഖലീഫ അവിടെ വെക്കേഷൻ പോകുന്ന സമയത്താണ് അധികാരം മകൻ പിടിച്ചെടുക്കുന്നത്. അതായത് ഇന്നത്തെ ഖത്തർ അമീറായ ഷെയ്ഖ് അമീർ തമീമിൻ്റെ പിതാവാണ് ഷെയ്ഖ് ഹമദ്. അദ്ദേഹമാണ് തൻ്റെ പിതാവിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നത്. അതിന് ചില കാരണങ്ങൾ വളരെ ട്രഡീഷണലിസ്റ്റായ, കൺസർവേറ്റീവായ, അതായത് എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ്റെ കാര്യത്തിൽ, തൻ്റെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ ക്യൂരിയസ് ആയ, എപ്പോഴും വളരെ സൂക്ഷ്മമായി തന്നെ നിയമം കൊണ്ടുപോകണമെന്ന് കരുതുന്ന ഒരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനായി ഹമദ് എന്ന് പറയുന്ന ഒരു യുവ നേതാവ്, അദ്ദേഹം രാജ്യത്തെ കൂടുതൽ വികസനത്തിലേക്കും കൂടുതൽ സാമ്പത്തിക വളർച്ചയിലേക്കും കൂടുതൽ സോഴ്സുകളുടെ വിനിയോഗത്തിലൂടെ രാഷ്ട്രത്തിനെ വളർത്തിയെടുക്കണമെന്ന് പറയുന്ന ഒരു പുരോഗമന കാഴ്ചപ്പാടുള്ള ഒരു മകൻ എന്ന നിലയിൽ നമുക്ക് ഹമദിനെ കാണാം. അതുപോലെ തന്നെ സാമ്പത്തിക വിനിയോഗത്തിലുണ്ടാവുന്ന ചില കുടുംബ വഴക്കുകളുമെല്ലാം ഇതിന് പ്രധാന കാരണമായി മാറുന്നു. ഇങ്ങനെയാണ് 1995 ഷെയ്ഖ് ഹമദ് രക്തരഹിത പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നത്. പിന്നീട് ഷെയ്ഖ് ഹമദ് ഏകദേശം 1995 മുതൽ 2004 വരെയും അദ്ദേഹം പുറത്തായിരുന്നു, എക്സൈലായിരുന്നു. അങ്ങനെ 2004 അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടതോടുകൂടി തിരിച്ചു വരികയും വളരെ ഹൃദയപൂർവ്വം പിതാവും അദ്ദേഹത്തിൻ്റെ മകനും പേരക്കുട്ടിയും ഷെയ്ഖ് തമീമും സ്വാഗതം ചെയ്യുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ആ ചരിത്രത്തിലുള്ളത്. പിന്നെ ഈ ഹമദാണ്, ഷെയ്ഖ് ഹമദ് അൽ സാനിയാണ് ഖത്തറിൻ്റെ ഇന്നത്തെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു
നേതാവ്. അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ പ്രധാന വളർച്ച, ആധുനിക ഖത്തറിൻ്റെ വളർച്ചയിൽ ഷെയ്ഖ് ഹമദിൻ്റെ സ്വാധീനമാണ് അല്ലെങ്കിൽ സാന്നിധ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഭരണമാണ് പ്രധാനമായും രേഖപ്പെടുത്തപ്പെടുന്നത്. ആ ഒരു കാലത്തോട് കൂടിയിട്ടാണ് ഖത്തറിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ഖത്തറിൻ്റെ വളർച്ച, അവരുടെ സോഫ്റ്റ് പവർ ആവട്ടെ, അവരുടെ മീഡിയേഷൻ ആവട്ടെ, അതിലൂടെ ഉണ്ടാവുന്ന റീജിയണൽ ബാലൻസിങ് ആവട്ടെ, എല്ലാം ഷെയ്ഖ് ഹമദിൻ്റെ ഭരണ രീതിയിലൂടെ രൂപപ്പെടുന്നതാണ്. 2013 ഷെയ്ഖ് ഹമദ് തൻ്റെ മകൻ ഷെയ്ഖ് അമീർ തമീമിന് അധികാരം കൈമാറുന്നതോടുകൂടി ഖത്തറിൻ്റെ ഒരു പുതിയ മാറ്റം നമുക്ക് ഖത്തറിൻ്റെ സമകാലിക ചരിത്രത്തിൽ ദൃശ്യമാവുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള 3 അധികാര കൈമാറ്റങ്ങൾ ഖത്തറിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്താൻ പ്രധാന കാരണമായി മാറുന്നു എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത. ഖത്തർ ഒരു മോഡേൺ സ്റ്റേറ്റ് എന്ന നിലയിൽ നിരവധി കാര്യങ്ങൾ, കടമ്പകൾ അവർ കടന്നിട്ടുണ്ട്. അത് സൗദി അറേബ്യയുടെ തന്നെ ഒരു അതിർത്തി പ്രദേശമാണ്. പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം എന്ന നിലയിൽ ഖത്തറുണ്ട്. ഖത്തറിൻ്റെ ഒരു സ്ഥാനമുണ്ട്, ജിയോഗ്രഫിക്കൽ സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈനുമായും UAEയുമായും ഖത്തർ അവരുടെ മാരിടൈം കടലോര പ്രദേശങ്ങളും കടൽ പ്രദേശങ്ങളുമെല്ലാം അവർ പങ്ക് വെക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ 1971 ബ്രിട്ടനിൽ നിന്നും ഇൻഡിപെൻഡൻസ് നേടിയ ഒരു സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനമായി ഖത്തർ മാറുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു, ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ, ഇതിൻ്റെ ഒരു ഭരണ പരിചയം 1878 ഒരു പഴക്കമുണ്ട്. അൽസാനി ഫാമിലിയാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത്. പിന്നീടാണ് ഇവരൊരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിയായി ഉയർന്നു വരുന്നതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അങ്ങനെ ഖത്തർ അവരുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ 3 അമീർമാരുടെ, അത് ഷെയ്ഖ് ഖലീഫ, ഷെയ്ഖ് ഹമദ്, അതുപോലെ തന്നെ ഷെയ്ഖ് തമീം, അതായത് അമീർ തമീം, ഈ 3 പേരുടെ ചരിത്രത്തിലൂടെ ഖത്തർ അവരുടെ ഒരു സോഫ്റ്റ് പവർ എന്നത് വളരെ ശക്തമാക്കി മാറ്റുകയും ഒരു ഗ്ലോബൽ പവറായി ഉയർന്നു വരുവാനുള്ള സാധ്യതയും അവരുണ്ടാക്കിയെടുത്തത് ഈ ഘട്ടത്തിലാണ്. അത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്യാസിൻ്റെ മേഖലയിലുള്ള ഗ്യാസ് കാര്യത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവരൊരു പ്രധാനപ്പെട്ട ശക്തിയായി മാറി. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ എക്സ്പോർട്ടറായി ഖത്തർ മാറുന്നത് നമുക്ക് കാണാം. 1991 US-ഉമായിട്ട്, യുണൈറ്റഡ് സ്റ്റേറ്റുമായിട്ട് ഒരു ഡിഫൻസ് കോപ്പറേഷൻ എഗ്രിമെൻ്റ് 1991 ഖത്തർ ബന്ധമുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നാറ്റോയുമായും ബാക്കിയുള്ള വിവിധ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഖത്തർ ശക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൗദി അറേബ്യയെ പോലെയോ അല്ലെങ്കിൽ സൗദി അറേബ്യയെക്കാളും കൂടുതലോ ഖത്തർ അവരുടെ ഒരു റീജിയണൽ സൂപ്പർ പവർ എന്ന നിലയിലും ഒരു മീഡിയേറ്റർ എന്ന നിലയിലും സ്ഥാനമുറപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഖത്തറിൻ്റെ ചുറ്റുപാടുമുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് അറബ് സ്പ്രിങ്, നമ്മളത് വിശദമായി സംസാരിക്കുന്നുണ്ട്. അറബ് സ്പ്രിങ് ഖത്തറിൻ്റെ ഈ പ്രാദേശിക ചരിത്രത്തിൽ, പ്രാദേശിക രാഷ്ട്രീയത്തിൽ, ജിയോ പൊളിറ്റിക്കൽ ഭൗമരാഷ്ട്രീയ സമകാലിക ചരിത്രത്തിലെല്ലാം ഖത്തറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള് പൊങ്ങി വരുന്നത് അത് അറബ് സ്പ്രിങ്ങിനു ശേഷമുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിനെ ആ ഒരു റോൾ എത്തിക്കുന്നതിൽ ഈ പറയുന്ന ഇവരുടെ ഒരു മീഡിയേഷൻ ഉണ്ട്, സോഫ്റ്റ് പവർ ഡിപ്ലോമസിയും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായും ഖത്തറിൻ്റെ ഒരു ബന്ധം ഇന്നത്തെ ഖത്തറിൻ്റെ ഈ വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട ഖത്തറിൻ്റെ ആത്മബന്ധം. അതിനും അപ്പുറം ഷെയ്ഖ് യൂസഫുൽ ഖർളാവി എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും അതിപ്രധാന സ്ഥാനം വഹിക്കുന്ന ഇസ്ലാമിക പണ്ഡിതൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ഖത്തറിനെ ഒരു സോഫ്റ്റ് പവർ ഒരു രാഷ്ട്രമാക്കി, ഒരു റീജിയണൽ പവറാക്കി മാറ്റുന്നതിലും പ്രധാനം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹമാസുമായും വിവിധ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിവിധ പോരാളി സംഘടനകളുമായും അതുപോലെ തന്നെ ഒരേ സമയം തന്നെ അമേരിക്കയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഖത്തർ ഒരു 1900-കളിൽ ഒരു വലിയ തോതിലല്ലെങ്കിൽ പോലും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു രാഷ്ട്രം. എന്നാൽ അതേ സമയം തന്നെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമായും ഇറാനുമായും ഫലസ്തീനി പോരാളി സംഘടനകളുമായും ഒരേ സമയം തന്നെ ബന്ധം കീപ്പ് ചെയ്ത ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഖത്തറിൻ്റെ ഒരു സ്ഥാനം വളരെ സവിശേഷമാണ്. ഖത്തറിൻ്റെ ഒരു സലഫി, റിലീജിയസ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സലഫി അപ്രോച്ച് നമുക്ക് കാണാം. അതുപോലെ തന്നെ അവരുടെ മുഴുവൻ റിഫോമിൻ്റെ ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അമേരിക്കൻ
ഒരു ചായ്വ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അമീർ തൈമീമിൻ്റെ മാതാവ് ഷേഖ മോസ, അവരുടെ ഈ ഒരു അമേരിക്കൻ ചായ്വ് വളരെ പ്രസിദ്ധമാണ്. ഈ GCC രാഷ്ട്രീയത്തിൽ ഷേഖ മോസയുടെ ഒരു സ്ഥാനം ഈ ഖത്തറിൻ്റെ ഇന്നത്തെ വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ ടെക്നോളജിയുടെ പലവിധ മേഖലയിലുള്ള വളർച്ചയിൽ ഷേഖ മോസയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഈ ഇമേജ് കീപ്പ് ചെയ്യുന്ന രാഷ്ട്രം എന്ന നിലയിൽ ഖത്തർ വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു രാജ്യം കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ഖത്തറുമായും നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയമാണല്ലോ ഖത്തറിനെ എതിരെ GCC രാഷ്ട്രങ്ങൾ നടത്തിയ ഒരു സീജ്, ഒരു ബ്ലോക്കേഡ്. അത് ആ ഒരു പശ്ചാത്തലം ഖത്തറിനെ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നുവെച്ചാൽ ഖത്തറിന് പ്രത്യേക ജനശ്രദ്ധ ആവശ്യമാണ് എന്നതുകൊണ്ടല്ല, പക്ഷേ സ്വന്തം ചുറ്റുപാടുമുള്ള അയൽപ്പക്ക രാഷ്ട്രങ്ങൾ ഖത്തറിനെ ചുറ്റിവളഞ്ഞുകൊണ്ട് ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുമ്പോൾ, എന്നാൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ ഖത്തറിനെ സഹായിക്കാൻ വരുന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. അപ്പം അതിൻ്റെ ഒരു ചരിത്രം നമുക്ക് ഈ ഒരു വിഷയത്തിലുണ്ട്. അതുപോലെ തന്നെ ഖത്തർ 1988 ഒരു വളരെ സൗദി ഒരു ആധിപത്യമുണ്ടായിരുന്ന പ്രദേശത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു സമയത്ത് അന്ന് സൗദി അറേബ്യയുടെ പ്രധാന ഒരു എതിരാളിയായിരുന്ന സോവിയറ്റ് യൂണിയനുമായിട്ട് പോലും ഷെയ്ഖ് ഹമദിൻ്റെ കാലഘട്ടത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്ന നമുക്ക് കാണാം. അതായത് സൗദിയുടെ ഒരു ഡൊമിനൻസ് GCC ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഡൊമിനൻസിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ചാനലുകൾ, പുതിയ വഴിത്താരകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഖത്തറിൻ്റെ ഒരു നീക്കങ്ങൾ നമുക്ക് കാണാം. അത് ഷെയ്ഖ് ഹമദാണ് തുടക്കമിടുന്നത്. ഷെയ്ഖ് ഖലീഫ കാര്യങ്ങളിൽ മടിച്ചു നിൽക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എത്രത്തോളം എന്നാൽ 1992 ഈ അധികാരം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ചില വിഷയങ്ങളിൽ ഒരു അതിർത്തി തർക്കങ്ങൾ പോലും സൗദിയുമായിട്ടുണ്ടായതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് സൗദിയുടെ ഒരു ഡൊമിനൻസിൽ നിന്ന് റീജിയണലി, എക്കണോമിക്കലി, എണ്ണയുടെ മേഖലയിലുള്ള ഡൊമിനൻസിൽ നിന്ന് സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി ഖത്തർ 1998 ഒരു പശ്ചാത്തലത്തിൽ 95കൾക്ക് ശേഷം, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹമദിൻ്റെ കാലത്തിന് ശേഷം രൂപീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ ഈ സൗദി അറേബ്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവിടെ ഇറാഖിനെ സപ്പോർട്ട്, ഈ കുവൈത്ത് വിഷയങ്ങളും മറ്റുള്ള വിഷയങ്ങളും നിലപാടെടുക്കുന്ന ഖത്തറിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരുപാട് ഫലസ്തീനി സംഘടനകളെ നമ്മൾ നേരത്തെ സംസാരിച്ചൊരു വിഷയമാണ് ഈ രണ്ടാം ഗൾഫ് വാർ എന്ന് പറയുന്ന കുവൈത്തിന് മേലുള്ള ഇറാഖിൻ്റെ കയ്യേറ്റം. അതോടുകൂടി പല GCC നാടുകളും ഫലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, എന്നാൽ ഖത്തർ കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ ഒരു ചരിത്രം, അതായത് വ്യത്യസ്തമായ ഒരു ഫോറിൻ പോളിസി ഖത്തർ സ്വതന്ത്രമായി രൂപീകരിക്കുന്നത് പോലും നമുക്കുണ്ട്. ആ ഇടക്കാലത്ത് 900കളിൽ ശേഷം 2000 ആ ഒരു പശ്ചാത്തലത്തൊക്കെയും ഏകദേശം ഇസ്രായേലുമായിട്ട് പോലും നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് 2009 ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒരുപാട് വഷളാവുകയും ഇല്ലാതാവുകയും പോലും ചെയ്യുന്നത്. കാരണം അതിന് പ്രധാനമായ ഒരു ഫലസ്തീനികളോടും അതുപോലെ തന്നെ അൽ ജസീറ അടക്കമുള്ള അല്ലെങ്കിൽ അവരുടെ മീഡിയ ഔട്ട്ലെറ്റുകളുടെ ഒരു സാന്നിധ്യം, സയനിസ്റ്റ് അറ്റാക്ക്, അതിനെതിരെയുള്ള ശക്തമായ വിമർശനം, അമേരിക്കയുടെ വിമർശനം എല്ലാം ഈ പറയുന്ന ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മുഴുവൻ ഇല്ലാതാവുന്നതിന് കാരണമാവുന്നുണ്ട്. ഇങ്ങനൊരു പശ്ചാത്തലം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് US ബന്ധം. ഈ 1992 US നല്ല സൈനിക കരാറുകൾ ഖത്തർ ഉണ്ടാക്കിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഖത്തറിൻ്റെ പ്രധാനപ്പെട്ട അൽ ഉബൈദ് എയർബേസിലൊക്കെയും അവിടെ അമേരിക്കയ്ക്ക് വലിയ റോൾ ഉണ്ടാവുന്നതും അവർക്ക് അൽ ഉബൈദ് എയർബേസ് പോലുള്ള വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിൽ അമേരിക്കയുമായി നല്ല ബന്ധമുണ്ടാവുക, എന്നാൽ അതേ സമയം തന്നെ അമേരിക്കയുടെ വിരുദ്ധ ശക്തികൾ ആരൊക്കെയാണോ അവരോടും നല്ല ബന്ധമുണ്ടാക്കുന്ന ഒരു ഖത്തറിൻ്റെ ഒരു ഫോറിൻ പോളിസി നമുക്ക് ഈ വിഷയത്തിൽ കാണാം. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് 2017 ഖത്തറിനെതിരെയുള്ള GCC രാഷ്ട്രങ്ങളുടെ ഈ ബ്ലോക്കേഡ്, സീജ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും അത് അവർ കണ്ടത്
ഖത്തർ എന്നത് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഈജിപ്റ്റ്, ഈ 3-4 രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഇതിന് നേതൃത്വം കൊടുത്തത്. ഈ രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് GCC അല്ലെങ്കിൽ ഈ രാഷ്ട്രങ്ങളുടെ പ്രാദേശിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ശക്തികളെ ഖത്തർ സഹായിക്കുന്നു എന്ന ആരോപണം പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇഖ്വാനുൽ മുസ്ലിമൂൻ ആവട്ടെ, അതുപോലെ തന്നെ ഇറാൻ ആവട്ടെ, അങ്ങനെ വിവിധ ശക്തികളെ ഇവർ സഹായിക്കുന്നു. എത്രത്തോളം എന്നാൽ ഇസ്രായേലിൻ്റെ വിരുദ്ധ ശക്തികളെ പോലും സഹായിക്കുന്നു എന്ന പേരിൽ സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഖത്തറിനെതിരെ ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുന്നു. ആലോചിച്ച് നോക്കുക, ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ്, ഹമാസ്, മറ്റുള്ള പോരാളി സംഘടനകൾ, അതുപോലെ തന്നെ ലെബനാനിലെ ഹിസ്ബുള്ള, അതായത് ഇസ്രായേലി വിരുദ്ധമായ ശക്തികളെ ഖത്തർ സഹായിക്കുന്നു എന്ന പേരും കൂടെ പറഞ്ഞുകൊണ്ടാണ്, അത് ഇസ്രായേലിൻ്റെ പേര് പറയാതെ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇത് ഖത്തർ സഹായിക്കുന്നു എന്ന പേരിലുകൊണ്ടാണ് ഈ ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുന്നത്. ഇറാനെതിരെയും ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുന്നതും ഈ പറയുന്ന രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇറാൻ വരുന്നു. അപ്പോൾ ഇറാനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഇല്ലാതാക്കണം, ആക്കാത്തിടത്തോളം കാലം നിങ്ങളോട് നാം ഒരു വലിയൊരു മാരിടൈം ട്രേഡ് സാങ്ഷൻസ് ഉണ്ടാക്കും, ഈ ബ്ലോക്കേഡ് പ്രഖ്യാപിക്കുമെന്ന പേരിലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ GCC രാഷ്ട്രങ്ങൾ മുഴുവനും ഖത്തറിനെതിരെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് കുവൈത്ത്, ഒമാൻ, ഈ 2 രാഷ്ട്രങ്ങൾക്ക് വളരെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളായ അൾജീരിയ, തുനീഷ്യ പോലുള്ള രാഷ്ട്രങ്ങളൊക്കെയും ഈ ബ്ലോക്കേഡിനെതിരെ ശക്തമായി സംസാരിച്ചിരുന്നു. എന്നാൽ ബഹ്റൈനും ബാക്കിയുള്ള രാഷ്ട്രങ്ങളൊക്കെയും സൗദി അറേബ്യയുടെ തന്നെ കൂടെ ആയിരുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായി. ഒരേ തരത്തിൽ അമേരിക്കയെ തൃപ്തിപ്പെടുത്തുക, ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ ഉണ്ടാവുക, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശത്രുക്കളായവർ തങ്ങളുടെയും ശത്രുക്കളാണെന്ന് പറയുന്ന ഒരു വിധിയെഴുത്ത് യഥാർത്ഥത്തിൽ ഈ ഖത്തറി ബ്ലോക്കേഡിൽ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുക എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് അവർ മുന്നോട്ട് വെച്ചത്. അവർ പറഞ്ഞത് ഖത്തറിന് മുമ്പിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു 13 ഡിമാൻഡുകൾ, 13 ഞങ്ങളുടെ കൽപ്പനകൾ പാലിക്കേണ്ടതുണ്ടെന്നാണ് അവർ മുന്നോട്ട് വെച്ചത്. അതിൽ ഒന്നാമത് അൽ ജസീറയാണ്. അൽ ജസീറ ക്ലോസ് ചെയ്യുക. മറ്റൊന്ന് ഈ ഖത്തറിൻ്റെ മറ്റു ചില ഔട്ട്ലെറ്റുകളാണ് അൽ അറബി, അൽ ജദീദ്, മിഡിൽ ഈസ്റ്റ് ഐ പോലുള്ള മറ്റു ചില ഔട്ട്ലെറ്റുകളുണ്ട്. അതിനെയും നിങ്ങൾ ക്ലോസ് ചെയ്യുക. ആലോചിക്കേണ്ടത് അറബ് രാഷ്ട്രങ്ങളെ വിമർശിക്കുകയും ഇറാനെയും ഇസ്രായേലിനെയും അമേരിക്കയും വിമർശിക്കുന്ന പത്രപ്രസിദ്ധീകരണങ്ങളെ ബ്ലോക്ക് ചെയ്യാനാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഖത്തറുമായിട്ട് ഒരു നോൺ അറബ് സ്റ്റേറ്റ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നത് തുർക്കിയാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ മിലിറ്ററി ബേസ് ഖത്തറിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ അവർ ആഗ്രഹിച്ചു, അവർ കൽപ്പിച്ചു. അതാണ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഇറാനുമായിട്ടുള്ള സകലവിധ ബന്ധങ്ങളും ഇല്ലാതാക്കുക. ഇറാനിൻ്റെ പ്രധാനപ്പെട്ട ഈ IRGC, അതായത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പവർഫുള്ളായ മിലിറ്ററി വിഭാഗത്തെ അവരെ സഹായിക്കുന്ന നിർത്തുക, അവരുടെ മെമ്പേഴ്സിനെ തങ്ങളുടെ ഭാഗത്തേക്ക് സ്വീകരിക്കുന്നതും തടയുക എന്നൊക്കെ പറഞ്ഞുള്ള കൽപ്പനകളാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂൻ, ഹിസ്ബുള്ള, അതുപോലെ തന്നെ വിവിധ സംഘടനകൾ, അതിൻ്റെ കൂടെ ബാക്കിയുള്ള ലോക തീവ്രവാദി സംഘടനകളെയും ചേർത്ത് പറഞ്ഞു. അതായത് വളരെ സമാധാനമായി പ്രവർത്തിക്കുന്ന സംഘടനകളെയും പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ കൂടെ തന്നെ ലോകത്തിപ്പോഴും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഉണ്ടായിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ്, അതിനൊക്കെ ഖത്തർ ഫണ്ട് കൊടുക്കുന്നതായിരുന്നു അവരുടെ ആരോപണം. അൽ ഖൈദ അതൊക്കെ ഫണ്ട് കൊടുക്കുന്ന ആയിരുന്നു അവരുടെ ആരോപണം. പക്ഷെ പലതും ശരിയായിരുന്നില്ല. എന്നാൽ ഈ തീവ്രവാദ സംഘടനകൾക്കൊപ്പം പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും ചേർത്തുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം മുഴുവനും ഇല്ലാതാക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഖത്തറിൽ ഒരു തരത്തിലുമുള്ള തങ്ങൾ നിരോധിച്ച സംഘടനയുടെ നേതൃത്വത്തിലെയോ നേതാക്കളോ പണ്ഡിതന്മാരോ വ്യക്തികളോ ഉണ്ടാവാൻ പാടില്ല. അവരെയൊക്കെ എന്ത് ചെയ്യണം, ഈ രാഷ്ട്രങ്ങൾക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കണം എന്നൊരു വാദം ഉന്നയിച്ചു. അതിലാണ് യൂസുൽ കർദാവിയൊക്കെ വരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം കൂടാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവരോട് പറഞ്ഞ മറ്റൊരു ഡിമാൻഡായിരുന്നു, ഖത്തർ ഞങ്ങളുടെ ആഭ്യന്തരമായോ ഫോറിൻ വിഷയങ്ങളിലോ ഒരു തരത്തിലുള്ള ഇടപെടൽ നിങ്ങൾക്ക് പാടില്ല. ഞങ്ങളുടെ വിമതന്മാരെ നിങ്ങൾ സഹായിക്കാൻ പാടില്ല. വിമതന്മാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഞങ്ങളുടെ രാഷ്ട്രങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ സിറ്റിസൺഷിപ്പ് നിങ്ങൾ എടുത്തു കളയണം. അതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾക്ക് പേ ചെയ്യണം, അതായത് അതിനുള്ള ഫണ്ട് ഞങ്ങൾക്ക് തരണം. ഇതൊരു 10 വർഷത്തേക്ക് ഞങ്ങൾ ഈ ഡിമാൻഡുകൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള വളരെ കൗതുകം നിറഞ്ഞ എന്നാൽ വളരെ ഭീകരമായ
13 ഡിമാൻഡുകളാണ് ഖത്തറിന് മുമ്പിൽ ഇവർ വെച്ചത്. പക്ഷെ എന്നാൽ ഖത്തർ അതിന് വഴങ്ങിയില്ല. അവസാനം 2020 അടുത്ത പശ്ചാത്തലത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും ഖത്തറിനോട് വന്ന് തന്നെ സോറി പറയുകയും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, ഈ ക്രൈറ്റീരിയയിൽ ബഹുഭൂരിപക്ഷവും ഒരു തരത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയും സഹായിക്കുന്നതായിരുന്നു, ഫലസ്തീനികൾക്ക് വിരുദ്ധമായിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും GCC, ഗൾഫ്, അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിരുന്നു ഈ ഡിമാൻഡുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഖത്തറിനെ അന്ന് സഹായിക്കാനുണ്ടായിരുന്നത് തുർക്കിയും അതുപോലെ തന്നെ ഇറാനുമായിരുന്നു. കുവൈത്തും ഒമാനും ചെറിയ തരത്തിൽ സഹായം ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രധാനമായ സഹായികൾ ഉണ്ടായിരുന്നത് തുർക്കിയും ഇറാനുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂസുഫുൽ ഖർളാവി ഖത്തറിൻ്റെ ചരിത്രത്തിൽ പ്രധാനമായി പങ്കുവഹിച്ച ആളാണ്. 1961 യൂസുഫുൽ ഖർളാവി അവിടെ വരുന്നത്. അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഷെരിയ കോളേജിൻ്റെ, ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ ഷെരിയ കോളേജിൻ്റെ ഹെഡായി അദ്ദേഹം മാറുന്നു. പിന്നീട് ഖത്തറിൻ്റെ പബ്ലിക് ലൈഫിൽ, പബ്ലിക് സ്ഫിയറിലെ, പൊതു ഇടങ്ങളിലെ ഒട്ടുമിക്ക വിഷയങ്ങളിലെയും ഒരു ലീഡറായും ഖത്തറിൻ്റെ ഒരു സ്പോക്കൺ പേഴ്സൺ ആയിട്ടും, അതായത് രാഷ്ട്രത്തിൻ്റെ പറയുന്ന മുഴുവൻ അതേപടി ഏറ്റുപാടുന്ന ഒരു തത്ത എന്ന രീതിയിലല്ല യൂസുഫ് ഖർളാവി ഉണ്ടായിരുന്നത്. ഭരണകൂടത്തെ തന്നെ വിമർശിക്കുന്ന, എന്നാൽ ഖത്തറിൻ്റെ ഒരു മെൻറ്ററായും ഖത്തറി ഭരണാധികാരികളുടെ ഒരു ഉസ്താദ്, ഒരു മെൻറ്ററായും വളർന്നു വരുന്ന ഒരു പശ്ചാത്തലം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അൽസാനി ഫാമിലിയുമായി ഖത്തറിന് അനിഷേധ്യമായ ബന്ധമായിരുന്നു യൂസുഫുൽ ഖർളാവിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മുസ്ലിം ബ്രദർഹുഡ് പണ്ഡിതനാണ് മൊഅസുൽ സത്താർ. അദ്ദേഹം ഇതുപോലെ മറ്റു പല പണ്ഡിതന്മാരും ഈ ഖത്തറിലേക്ക് വരികയും ഖത്തറിൻ്റെ വിദ്യാഭ്യാസം, സാംസ്കാരികം, അവരുടെ ഇൻ്റർനാഷണൽ അപ്പിയറൻസ് എന്നിട ഒട്ടുമിക്ക വിഷയങ്ങളിലും ഒരു നല്ലൊരു ശതമാനം റോള് വഹിച്ചത് യൂസുഫുൽ ഖർളാവിയെ പോലുള്ള മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അൽ ജസീറയുടെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ശരീഅത്ത് വൽ ഹയാത്ത് പോലുള്ള പരിപാടി നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഖത്തറുമായി ബന്ധപ്പെട്ട പലവിധ മേഖലയിലും യൂസുഫ് ഖർളാവിയുടെ വലിയ. അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെ നമ്മൾ വിശദീകരിച്ച ഡിമാൻഡുകളിൽ ഒന്ന് യൂസുഫുൽ ഖർളാവിയുടെ പേര് പോലും വന്നത് നമുക്ക് കാണാം. അതായത് യൂസുഫുൽ ഖർളാവിയുടെ പേര് നേരിട്ട് വന്നില്ലെങ്കിൽ പോലും യൂസുഫ് ഖർളാവിനെ അവിടുന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ ആവശ്യം ഈ GCC നാടുകളിലെ പല ഭരണാധികാരികൾക്കും ഉണ്ടായിരുന്നു. കാരണം ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു വലിയ സ്വരം എന്ന നിലയിൽ യൂസുഫ് ഖർളാവിയുടെ ഇൻഫ്ലുവൻസ് ഭീകരമായിരുന്നു എന്നാണ് അവർ കണ്ടെത്തിയത്. അപ്പം ഇങ്ങനൊരു പശ്ചാത്തലം യൂസുഫ് ഖർളാവിയുടെ ഖത്തറിൻ്റെ വളർച്ചയിൽ, ഖത്തറിൻ്റെ സോഫ്റ്റ്വെയർ ഡിപ്ലോമസിയുടെ വളർച്ചയിൽ, ഖത്തറിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരിക മേഖലയുടെ വളർച്ചയിൽ യൂസുഫ് ഖർളാവിക്ക് വലിയ റോളുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നമ്മൾ പ്രത്യേകം പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഖത്തർ ഒരു റീജിയണൽ പ്ലെയറായി പിന്നീട് ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. അതിൽ പ്രധാനമായും മീഡിയേറ്ററിലൂടെയാണ്. അത് വെസ്റ്റ് ഏഷ്യൻ എന്ന ഭാഗത്ത് മാത്രമല്ല, US-ൻ്റെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന പലവിധ വിഷയങ്ങളും, പ്രത്യേകിച്ച് താലിബാൻ US വിഷയത്തിലുള്ള നെഗോസിയേഷനിൽ ചർച്ചകൾ അവർ പൊങ്ങി വരുന്നു. അതുപോലെ തന്നെ ലെബനാനിലും യമനിലും സുഡാനിലും ഫലസ്തീനും അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ അവർ ഉയർന്നു വരുന്നു. അതുപോലെ തന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 7-ാം നമ്പറിൽ ഖത്തർ ഫോറിൻ പോളിസിയെ പ്രത്യേകം എടുത്ത് തന്നെ പറയുന്നത് ഇൻ്റർനാഷണൽ പീസ്, സെക്യൂരിറ്റി, ഏത് തരത്തിലുമുള്ള ഇടപെടലുകളിലൂടെ അന്താരാഷ്ട്ര ഈ ഭിന്നതകൾ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നത് തങ്ങളുടെ ഒരു പ്രിൻസിപ്പിളായി ഖത്തർ തിരഞ്ഞെടുത്തത് പോലും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഖത്തറിൻ്റെ വിവിധ ഇടപെടലുകൾ, പ്രത്യേകിച്ച് അവരുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് ഖത്തർ വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ മാത്രമല്ല, അതായത് അറബ് മുസ്ലിം നാടുകൾ മാത്രമല്ല, അത് പല വിഷയങ്ങളിലും സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലും യൂറോപ്യൻ വിഷയങ്ങളിലും പ്രത്യേകിച്ച് അറബ് പ്രദേശങ്ങളിൽ നിന്ന് വളരെ ദൂരമായ വിദേശ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോലും ഖത്തറിൻ്റെ ഒരു വലിയ റോൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ തരത്തിൽ ഒരു റീജിയണൽ പ്ലെയറായി, ഒരു ഗെയിം പ്ലെയറായി, ഒരു വേൾഡ് പവറായി ഖത്തറിന് ഉയർന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ കൗതുകം നിറഞ്ഞൊരു വസ്തുതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ചെറിയ രാഷ്ട്രമാണ്, പക്ഷെ സമ്പത്ത് കൊണ്ടും അവരുടെ സ്വാധീനം കൊണ്ടും അറബ്, യൂറോപ്പ്, അമേരിക്കൻ നാടുകളിൽ അവർ സാന്നിധ്യം അറിയിച്ചു എന്നതാണ്
ഇവരുടെ ഈ ഒരു ഇത്രയും വലിയൊരു ഗ്ലോബൽ പ്ലെയർ ആവാൻ ഖത്തറിനെ സഹായിച്ചത്. അത് ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. പ്രത്യേകിച്ച് അവർ ഏതൊക്കെ രീതിയിൽ ഇടപെട്ടു എന്നതിനാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത്. പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഹോസ്റ്റേജ്, ഈ ബന്ദി മോചനത്തിൻ്റെ കാര്യത്തിലാവട്ടെ, തടവുപുള്ളികളുടെ കൈമാറ്റത്തിൻ്റെ കാര്യത്തിലാവട്ടെ, വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഡയലോഗുകളുടെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ അതിർത്തി പ്രശ്നങ്ങളുടെയും അതുപോലെ മനുഷ്യാവകാശ വിഷയങ്ങളുടെ കാര്യത്തിലും സമാധാന കരാറുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഖത്തറിന് വലിയ റോളുണ്ട്. പ്രത്യേകിച്ച് മൊറോക്കോൻ അൾജീരിയൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അവിടെ ഒരു നൂറുകണക്കിന് ഈ തടവുപുള്ളികളുടെ കൈമാറ്റത്തിന് ഖത്തർ നേതൃത്വം കൊടുക്കുന്ന ഒരു ചരിത്രം 2004 നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റു പല ഡീലിങ്ങുകളും, പ്രത്യേകിച്ച് അൽജസീറയുടെ ഒരു വളർച്ച, അതുപോലെ തന്നെ ആ വളർച്ചയിലൂടെ ഖത്തർ ഉണ്ടാക്കിയെടുത്ത ഒരു പൊസിഷൻസ്, ഇങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിൽ ഖത്തർ അവരുടേതായ ഒരു 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 മീഡിയേറ്റർ എന്ന് പറയുന്ന ഒരു റോൾ തന്നെ അവർ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ 2000 മുതൽ 2003 വരെ ഘട്ടത്തിൽ OASയുടെ ഒരു ലീഡർഷിപ്പ് ഖത്തറിൻ്റെ കയ്യിലായിരുന്നു. G77+ ചൈന പോലുള്ള അന്താരാഷ്ട്ര ബോഡികളുടെ ഒരു പ്രധാന റോളായി അവർ വഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സെക്യൂരിറ്റി, UN സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 2006 മുതലുള്ള അവരുടെ വിവിധ ഇടപെടലുകളിൽ അതിന് പ്രധാന ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കരാറാണ് 2006 ഈ ഹമാസും ഫത്തഹും, ഫലസ്തീനി ഗ്രൂപ്പുകളായ ഹമാസും ഫത്തഹിൻ്റെ ഇടയിൽ തന്നെ ഒരു മക്കൻ എഗ്രിമെന്റ് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. 2007 അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വികസന ചർച്ചകൾ അവർക്കിടെ നടത്തിയിരുന്നു. അപ്പൊ ഇത്രത്തോളം വലിയ ഒരു വിഷയങ്ങളിലും അവസാനം 2023 മുതൽ ഇങ്ങോട്ട് ഇവിടെ 2023 ഒക്ടോബർ 7 ഹമാസിന്റെ തുഫാൻ അൽ-അഖ്സയ്ക്ക് ശേഷം പിന്നീടുണ്ടായ പലവിധ വിഷയങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയേറ്ററായി ഖത്തറിന് മാറാൻ കഴിഞ്ഞതും ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ ചില ഉദാഹരണങ്ങളാണ് ഈ യമനിൽ അവർ നടത്തിയ മീഡിയേഷൻസ്. യമനിൽ ശക്തമായ അറ്റാക്ക് ഉണ്ടായി. അവിടെ ഹൂത്തി റിബലിയൻ ഭരണകൂടമായി തന്നെ ഉണ്ടായപ്പോൾ 2008 അവിടെ അവർക്കിടയിൽ ഒരു പീസ് എഗ്രിമെന്റ് നടത്താൻ ഇവർ കഴിഞ്ഞു. പക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായാണെങ്കിൽ പോലും ഈ സംഘർഷം നിലനിൽക്കുന്ന ഭാഗത്ത് ഖത്തറിന്റെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വിവിധ തരത്തിലുള്ള, പ്രത്യേകിച്ച് ഇവിടെ തന്നെ യമനിൽ അറബ് സ്പ്രിങ്ങിന് മുമ്പും അറബ് സ്പ്രിങ്ങിന് ശേഷവും, അറബ് സ്പ്രിങ്ങിന് മുമ്പ് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു അലി അബ്ദുള്ള സാലിഹ്, അദ്ദേഹത്തോടും അദ്ദേഹത്തിന് ശേഷവും യമനിലെ വിവിധ വിഷയങ്ങളിൽ ഹൂത്തികളും അവിടുത്തെ മറുകക്ഷിയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട മീഡിയേഷൻ വഹിക്കാൻ ഖത്തറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലബനാനിൽ അവിടെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ അവിടുത്തെ ഭരണകക്ഷികളും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ 2008 അത് ഇടപെടുകയും അത് സോൾവ് ചെയ്യുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ലബനാനിൻ്റെ ഒരു പൊളിറ്റിക്സ് പ്രത്യേകം അറിയേണ്ടതുണ്ട്. കാരണം അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗമായിരിക്കും അവിടുത്തെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സുന്നി വിഭാഗമാണ് അവിടുത്തെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ അവിടുത്തെ സ്പീക്കർ എന്നത് ഷീ വിഭാഗമായിരിക്കും. അപ്പോൾ ഈ പലതരത്തിലുള്ള ഒരു അധികാര മത്സരങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്കിടയിൽ ഒരു മീഡിയേഷൻ ആയി നിൽക്കുന്നത് പോലും ഖത്തറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വിജയിപ്പിച്ചെടുക്കാനും ഖത്തറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുഡാനിൽ ശക്തമായ പ്രശ്നങ്ങൾ, അറബ് സ്പ്രിങ്ങിന് മുമ്പ് ബഷാർ അൽ അസദ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളിൽ, അതായത് 2020 ശേഷവും സുഡാൻ ശക്തമായ ഒരു സിവിൽ വാറിൻ്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഖത്തർ ഒരു നല്ലൊരു തരത്തിൽ മീഡിയേഷൻ നിലവിലും വഹിക്കുന്നുണ്ട് എന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ വിവിധ മേഖലകളിൽ പലവിധ മേഖലകളിൽ വിജയം നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ മീഡിയേഷൻ മുഴുവൻ ശക്തി, അതിൻ്റെ ചാലകശക്തി എന്ന് പറയുന്നത് ഷെയ്ഖ് ഹമദിൻ്റെ കാലത്തിൽ നിന്ന് തുടങ്ങിയെന്നിട്ടാണ്. പിന്നീട് ഇപ്പോൾ ഷെയ്ഖ് തമീമാണ്. അതായത് നേരിട്ട് സുൽത്താൻ അല്ലെങ്കിൽ അമീർ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. അതുകൊണ്ട് അവിടെ വേറൊരു സേ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സെൻട്രലൈസേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ സൗത്ത് ലബനാനിലും ഖത്തറിൻ്റെ വിവിധ വിഷയങ്ങളിലും സമ്പത്ത് അവർ ഇറക്കിക്കൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങളെ അവർ സോൾവ് ചെയ്യുവാൻ ഖത്തർ ശ്രമിക്കാറുണ്ട്. ഈജിപ്റ്റ്, സൗദി അറേബ്യ പോലുള്ള വിഷയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടുന്നുണ്ടെങ്കിൽ പോലും
പക്ഷേ ഈ റീജിയണൽ വിഷയങ്ങളിലുള്ള അവരുടെ മീഡിയേഷൻ ഖത്തറിനെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഗ്ലോബൽ പവറാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഏതൊക്കെ തരത്തിലുള്ള സോഫ്റ്റ് പവർ ആണ് അവർ ഉപയോഗിക്കുന്നത് നോക്കുക. പ്രത്യേകിച്ച് അൽ ജസീറയാണ്. 1996 ഇതിൻ്റെ രൂപീകരണം ഉണ്ടാകുന്നത്. അതിനുശേഷം നിരവധി മിഡിൽ ഈസ്റ്റ് ഐ പോലുള്ള മറ്റു ചില ഔട്ട്ലെറ്റുകളും അവർ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഖത്തറിനെതിരെയുള്ള ബ്ലോക്കേഡിൽ ഈ പറയുന്ന എല്ലാ പബ്ലിഷേഴ്സും പ്രസിദ്ധീകരണങ്ങളും ബാൻ ചെയ്യണമെന്നും നിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടത്. കാരണം ഖത്തറിൻ്റെ ഒരു ഗ്ലോബൽ ഇമേജ് രൂപപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ച് പ്രസിദ്ധീകരണങ്ങൾക്ക് വലിയ റോളുണ്ട്. മറ്റൊന്നാണ് എക്കണോമിക് സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന അവരുടെ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി QIA. അതിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മാസീവ് എനർജി വെൽത്താണ് ഒരു ഗ്ലോബൽ ആഗോള തലത്തിലേക്ക് ഒരു വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്. ഒരുപാട് ഇൻവെസ്റ്റുകൾ പ്രത്യേകിച്ച് അവരുടെ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസുകളിലും അതുപോലെ തന്നെ സ്പോർട്സ് ഡിപ്ലോമസികളിലും വിവിധ ഫുട്ബോൾ ക്ലബ്ബുകളിലടക്കം വലിയ നിക്ഷേപമാണ് ഖത്തർ വഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ട്രംപുമായി തന്നെയും വലിയൊരു നിക്ഷേപം അമേരിക്കയിലും അവർ നിക്ഷേപിച്ചതായി നമുക്ക് അറിയാൻ കഴിയുന്നൊരു വസ്തുതയാണല്ലോ. അതുപോലെ തന്നെ 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ നടത്തിയത് നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയർ ഡിപ്ലോമസിയാണ് ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ആതിഥേയനായി മാറുന്നതും ഖത്തറാണ്. ഈ തരത്തിൽ അവരുടെ പല മേഖലയിൽ സോഫ്റ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോകതലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ നിരവധി റീജിയണൽ ടെൻഷൻസ് അവർ നേരിടുന്നുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ 2017-20 ബ്ലോക്കേഡ് ഉണ്ടാകുന്നതോടുകൂടി തൻ്റെ സ്വന്തം അയൽപ്പക്ക രാഷ്ട്രങ്ങളിലെ വല്ലാണ്ട് വിശ്വസിക്കേണ്ടതില്ല എന്നൊരു ബോധമുണ്ടാവുകയും ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി തങ്ങൾക്ക് രൂപപ്പെടുത്തണമെന്ന് മനസ്സിലാക്കുകയും ചുറ്റുപാടുമുള്ള നോൺ അറബ് രാഷ്ട്രങ്ങളായ ഇറാന്, തുർക്കി പോലുള്ള രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കുവാനും ഖത്തറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പറയുന്ന ഒരു റീജിയണൽ അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം, ഒരു ആന്തോളനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സമയം തന്നെ അവരുടെ 2 മേഖലയിലുള്ള ഒരു ബാലൻസിങ് ആക്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടാക്കുന്ന അതേ സമയം തന്നെയും ഇറാനുമായും തുർക്കിയുമായും ബന്ധമുണ്ടാക്കുന്നു. ഇതിൽ പലവട്ടം അമേരിക്കയും ഖത്തറും തമ്മിൽ ചില ഇടയുന്ന പശ്ചാത്തലമുണ്ടെങ്കിൽ പോലും ആപത്ഘട്ടങ്ങളിൽ തങ്ങളെ സഹായിച്ച ഇറാനും തുർക്കിയുമായിട്ടുള്ള ബന്ധം അവർ വിച്ഛേദിക്കാൻ ഖത്തർ തയ്യാറാവുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജികളുടെ മാറ്റം, പുതിയ ഈ സൗദി അറേബ്യയുമായിട്ടുള്ള ചില കോമ്പറ്റീഷൻ ഉണ്ടാവുന്നതും UAE-യുമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവുന്നതും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അവരുടെ സ്ട്രാറ്റജികളിൽ, അവരുടെ ഡിപ്ലോമസികളിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യീകരണം ഉണ്ടാക്കുന്നതുമെല്ലാം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഖത്തറിൻ്റെ ഈ മീഡിയേഷൻ പ്രോസസ്സുകൾ, ഖത്തറിൻ്റെ ഈ റീജിയണൽ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്ട്രാറ്റജി സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ കൂടുതൽ ബന്ധങ്ങൾ ഈ രാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കുന്നത് പോലും അവരുടെ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ ഒരു നാഷണലൈസേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാമ്പത്തിക വിതരണം തങ്ങൾക്കുള്ളിൽ തന്നെ ആവുന്നത് കാര്യത്തിലും, അതുപോലെ തന്നെ ഒരു ഓയിൽ സെൻട്രിക്കായ ബിസിനസ്സിനേക്കാളും അപ്പുറം ഒരു പോസ്റ്റ് ഓയിൽ സ്ട്രാറ്റജി എന്ന നിലയിൽ ഓയിലിനേക്കാളും അപ്പുറം, അതുപോലെ തന്നെ ഗ്യാസിനേക്കാളും അപ്പുറം തങ്ങളുടെ സമ്പത്ത് വിവിധ മേഖലകളിലേക്കുള്ള ഒരു വ്യാപനം ഉണ്ടാവണം. ആ വ്യാപനം ഉണ്ടാവുന്നതിലോട് കൂടി തങ്ങളുടെ സ്ട്രാറ്റജി ശക്തമാവുകയും സെക്യൂരിറ്റി സുഭദ്രമാക്കുകയും ചെയ്യണം എന്ന് പറയുന്ന ചില പുതിയ കൺസെപ്റ്റുകളും കൂടി ഈ ഭാഗങ്ങളിൽ ഖത്തർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും ഖത്തറിൻ്റെ ചില ലിമിറ്റേഷൻസിനെ കുറിച്ചും കൂടി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് ഡിപ്ലോമാറ്റിക് സർവീസുകൾ കൂടുതൽ ഫോളോ ചെയ്യുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടുന്നത് കാണാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നെഗോസിയേഷൻസ് പെട്ടെന്ന് അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആഫ്റ്റർ പോളിസി എന്നത് ഇനി പിന്നീട് എന്ത് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് തിരിച്ചു വരിക എന്നതുപോലെയാണ് പലപ്പോഴും നമുക്ക് തോന്നാറ്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ആ പ്രശ്നങ്ങൾ വീണ്ടും ഉദിക്കാതിരിക്കുകയും ചെയ്യുന്ന ചില നിലപാടുകളിലേക്ക് ഖത്തർ എത്താതിരിക്കുന്നത് നമുക്ക് കാണാം.
അതുകൊണ്ട് തന്നെ ഇവർ ഇടപെട്ട വിഷയങ്ങളിൽ പിന്നീട് പോവുകയും വീണ്ടും പ്രശ്നങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് ഇടയ്ക്കിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് കൂടാതെ മറ്റൊന്നാണ് ഈ ഈ അറബ് സ്പ്രിങ്ങിന് മുമ്പ് വരെയും ലോകതലത്തിൽ ഖത്തറിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എല്ലാവരും ഇടപെടും. അറബ് സ്പ്രിങ്ങോട് കൂടി ഖത്തറിനെ കുറിച്ച് വിവിധ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്ന ഒരു ഭരണകൂടം എന്ന രീതിയിലേക്ക് ഖത്തറിൻ്റെ ഒരു ഇമേജ് ചാർത്തപ്പെട്ടു. പ്രത്യേകിച്ച് അറബ് സ്പ്രിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് അത് സംഭവിച്ചത്. നമുക്കറിയാമല്ലോ, അറബ് സ്പ്രിംഗ് എന്ന് പറയുന്നത് അറേബ്യൻ ജനതയുടെ മോചന സ്വാതന്ത്ര്യ സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നു. അത് പലപ്പോഴും ഇസ്രായേലി അമേരിക്കൻ വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ ഖത്തർ അവിടെ പ്രധാന റോള് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖത്തറിന്റെ ആ റോളിനെ അമേരിക്കൻ പ്രസിദ്ധീകരണങ്ങളും പണ്ഡിറ്റുകളും റീജിയണൽ പണ്ഡിറ്റുകളും എല്ലാം ഖത്തറിനെ ശക്തമായി വിമർശിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഖത്തറിന് ഒരു വലിയൊരു മോശമായ ഒരു ഇമേജ് ഈ പറയുന്ന എഴുത്തുകുത്തുകളിലൂടെയും ഡിസിഷൻ മേക്കിങ്ങിലൂടെയും ഈ രാഷ്ട്രങ്ങളും ഈ പണ്ഡിറ്റുകളും ഫോറിൻ പോളിസി പണ്ഡിറ്റുകളും എല്ലാം ഖത്തറിനെ ആ ഒരു തരത്തിൽ ഒരു മോശം മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രം എന്ന രീതിയിലേക്കുള്ള ഇമേജ് രൂപീകരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്നാണ്, ഇങ്ങനെയുള്ള ഇവരുടെ ഇടപെടലുകൾ സമ്പത്ത് നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് ഹ്യൂജ് ഫണ്ട് ആണ് നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. അതൊരു വലിയ ആരോപണത്തിന് കാരണമായി. ഈ സമ്പത്ത് നൽകിക്കൊണ്ട് പ്രശ്നം സോൾവ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഷോർട്ട് ടൈം പോളിസിയാണ്. കാരണം ആ സമ്പത്തിന്റെ ആവശ്യം വീണ്ടും വരുന്നതോടുകൂടി വീണ്ടും പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളതൊരു അവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഖത്തർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ന്യൂട്രാലിറ്റി. ഒരു കാലത്ത് ഖത്തർ എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ഗെയിം പ്ലെയർ എന്ന രീതിയിലാണ് കണ്ടിരുന്നതെങ്കിൽ പിന്നീട് ഖത്തറിന് അത്രയും ന്യൂട്രാലിറ്റി ഇല്ല എന്ന തരത്തിൽ ഒരു ഇമേജ് രൂപപ്പെടാനും കാരണമായി. ഇപ്പോൾ ഇങ്ങനെയുള്ള തരത്തിലുള്ള വിവിധ ലിമിറ്റേഷൻസ് ഖത്തർ അവരുടെ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയിലാവട്ടെ, ഖത്തർ ഈ മീഡിയേഷൻ്റെ വിഷയത്തിലൊക്കെയും അവർ നേരിടുന്നുണ്ട്. ഇതാണിപ്പോൾ ഖത്തർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ അവസാനം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇസ്രായേലും US ചേർന്നുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന ഭാഗത്തും ഖത്തറും അതിൻ്റെ ഒരു രുചി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഖത്തറിൽ അമേരിക്കൻ അൽ ഉബൈദ് ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഖത്തറിലേക്കും അവർ ബോംബിട്ട ഒരു സംഭവങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഖത്തറിൽ ബോംബിട്ടുകൊണ്ടാണല്ലോ ഹമാസ് നേതാക്കന്മാരെ ഇസ്രായേൽ വധിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഖത്തർ നേരിടുന്നുണ്ട്. ഇത്രയാണെങ്കിൽ പോലും അവർ വിവിധ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും ലോകത്തിൽ ഇപ്പോഴും ഖത്തർ മീഡിയേഷനിലൂടെയും സോഫ്റ്റ് പവർ ഡിപ്ലോമസികളിലൂടെയും സാമ്പത്തികമായ വളരെ സ്ട്രാറ്റജിക്കായ ഡൈവേഴ്സിഫിക്കേഷനിലൂടെയും അവർ അവരുടെ രാഷ്ട്രീയവും ജിയോ പൊളിറ്റിക്കൽ സാന്നിധ്യവും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.